ചെറിയ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ വലിയ കഥാപാത്രമായി വളർന്ന ആളായിരുന്നു അഗസ്റ്റിൻ. നൂറിലധികം സിനിമകളിൽ വ്യത്യസ്ത വേഷങ്ങളോടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ ഈ കോഴിക്കോട്ടുകാരനായി. അഗസ്റ്റിനെക്കുറിച്ചുള്ള ഓർമ്മകൾ സംവിധായകൻ ലാൽ ജോസ് പങ്കുവച്ചു. അമിത മദ്യപാനമാണ് താരത്തെ രോഗിയാക്കിയതെന്ന് ലാൽ ജോസ് പറഞ്ഞു. കോഴിക്കോടൻ സിനിമകളുടെ അവിഭാജ്യ ഘടകമായിരുന്ന അഗസ്റ്റിൻ ചേട്ടൻ അവിടെ ഷൂട്ട് ചെയ്യുന്ന എല്ലാ സിനിമകളിലും പിന്നണിയിലും അഗസ്റ്റിൻ ചേട്ടൻ ഉണ്ടാകും. സിനിമയിൽ അദ്ദേഹം ചെയ്യാത്ത ജോലികളില്ല. അങ്ങനെയാണ് സിനിമാ മേഖലയിലെ ഒട്ടുമിക്ക ആളുകളുമായി അദ്ദേഹം സൗഹൃദം ഉണ്ടാക്കിയത്. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അഗസ്റ്റിനെ തെല്ലും ഒരു അത്ഭുതത്തോടാണ് നോക്കി കണ്ടിട്ടുള്ളത്. ചെറിയ റോളുകളും പാസിംഗ് ഷോട്ടുകളും അഭിനയിക്കുന്ന നടനാണെങ്കിലും സൗഹൃദവും സംവിധായകരുമെല്ലാം തിരക്കഥാകൃത്തുമായ നിർമ്മാതാക്കളുമായിട്ടുമായിരുന്നു. അത് എങ്ങനെ സംഭവിക്കുന്നെന്ന് അത്ഭുതപ്പെട്ടിരുന്നു. വളരെ സരസനായിരുന്നു അദ്ദേഹം. അഗസ്റ്റിൻ ചേട്ടനുള്ള സെൽഫ് ഓഫ് ഹ്യൂമറിന്റെ 10% പോലും സിനിമയിലെ കഥാപാത്രങ്ങൾ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിലുള്ള ആൾക്കാരാണ് ഐ.വി. ശശി ചേട്ടനും സംവിധായകൻ രഞ്ജിത്തും ഗിരീഷ് പുത്തഞ്ചേരിയും നടൻ സിദ്ദിഖും വി.എം. വിനുമെല്ലാം. ഇവരെക്കുറിച്ചെല്ലാം രസകരമായ കഥകൾ അദ്ദേഹം ഉണ്ടാക്കി പറയുമായിരുന്നു. അവരും അത് എൻജോയ് ചെയ്തിരുന്നു. സിനിമകൾ ചെയ്ത് ചെയ്ത് ബെറ്ററായ നടൻ കൂടിയായിരുന്നു അദ്ദേഹം. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് സിനിമയിലെ ലൊക്കേഷനിൽ കണ്ടെത്തിക്കൊടുക്കുകയും അഗസ്റ്റിൻ ചേട്ടനായിരുന്നു. അതിന് ലഭിച്ച പ്രതിഫലമാണ് ആ സിനിമയിലെ മോഹൻലാലിന്റെ റൂംമേറ്റായിട്ടുള്ള വേഷം. ഒരു മരവത്തുർക്കാനവ് എന്ന സിനിമയിൽ ആദ്യ സിനിമയിലും അഗസ്റ്റിൻ ചേട്ടൻ അഭിനയിച്ചിരുന്നു. മദ്യപാനം അഗസ്റ്റിൻ്റെ ചേട്ടൻ്റെ ജീവിതത്തിൽ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നിയിട്ടുണ്ട്. കഴിക്കുന്നതിൽ അളവൊന്നും ഒരു കൺട്രോളും ഇല്ലായിരുന്നു. 2009 അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നത്. അത് ഞങ്ങൾക്ക് വലിയൊരു ഷോക്കായിരുന്നു. കാരണം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വാചാലനായ ഒരാൾ പെട്ടെന്ന് സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് വരിക. ഒരു കൈക്കും ഒരു കാലിനും ബലക്ഷയം ഒപ്പം വന്നു. അതോടെ വീട്ടിലിരിപ്പായി. അതിന് തൊട്ടുമുമ്പ് അദ്ദേഹം അറബിക്കഥ എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത്. ശ്രീനി ചേട്ടന് പ്രിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തെ പൊട്ടിച്ചിരിപ്പിച്ചിരുന്ന ആയിരുന്നു അഗസ്റ്റിൻ ചേട്ടൻ. സ്ട്രോക്ക് വന്ന അഗസ്റ്റിൻ ചേട്ടൻ റെസ്റ്റിലാണെന്ന് അറിഞ്ഞപ്പോൾ ഒരിക്കൽ ഞാൻ കോഴിക്കോട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കാണാൻ പോയി. അവിടെ വെച്ചാണ് അഗസ്റ്റിനെ ഞാൻ കാണുന്നത്. മുമ്പ് അവളെ കണ്ടിട്ടുണ്ടെങ്കിലും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. അവിടെ വെച്ച് കണ്ടപ്പോൾ എൽസമ്മ എന്ന ആൺകുട്ടിയുടെ നായിക വേഷം ചെയ്യാൻ കറക്റ്റാണെന്ന് തോന്നി. അഗസ്റ്റിൻ ചേട്ടൻ അസുഖ ബാധിതന് ശേഷം വരുമാനം നിന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ LIC ഏജന്റായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു വീട് പുള്ളി പണിതിരുന്നു. പെട്ടെന്നുള്ള അസുഖം അദ്ദേഹത്തെ സാമ്പത്തികമായി കുഴപ്പത്തിലാക്കി. അഭിനയിച്ച് ക്ലിക്കായാൽ അവൾ കുടുംബം നോക്കാൻ പറ്റുമെന്ന സാധ്യത ഞാൻ അഗസ്റ്റിൻ ചേട്ടനോട് പറഞ്ഞു. ഗസ്റ്റിന് പൂ കൊണ്ടുവരുമ്പോൾ പോലും സ്റ്റേജിൽ അവൾ കയറിയിട്ടില്ല. അതുകൊണ്ട് നീ എന്നെ സഹായിക്കാനായി റിസ്ക് എടുക്കണ്ട, പുലിവാല് പിടിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഞാൻ ആനിനെ സെലക്ട് ചെയ്തു. അവിടെ ഷൂട്ട് തീരുന്ന ദിവസം അഗസ്റ്റിൻ ചേട്ടൻ സെറ്റിൽ വന്നു. താങ്ക്സ് പറഞ്ഞു. ഒപ്പം എനിക്കൊരു ഷർട്ടും സമ്മാനിച്ചു. മരിക്കുന്നതിന് മുമ്പ് കണ്ടിരുന്നു. ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു എന്ന് ലാൽ ജോസ് ഓർത്തെടുത്തു.